അന്തിക്കാട് പടിയം വില്ലേജ് ഓഫീസ് പരിസരത്തെ ജനവാസ കേന്ദ്രത്തിൽ ഹരിത കർമ്മസേനയുടെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനെതിരെ പടിയം പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രതിഷേധ സമരം നടത്തി. പ്രതിഷേധ സമരം നേർവഴി മനുഷ്യാവകാശ വേദി കൺവീനർ ടി.കെ. നവീനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമിതി കൺവീനർ പി.കെ. ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ഒരു സമരത്തിന് മുന്നിട്ടിറങ്ങി ഒരു സത്യാഗ്രഹത്തിന് തയ്യാറായി ഇരിക്കുന്നത് ഇന്ന് അന്തിക്കാലത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് ആർക്കും കഴിയാത്തൊരു കാര്യമാണ്. ഇതിൽ രാഷ്ട്രീയമില്ല എന്നുള്ളതിനപ്പുറത്ത് ഇതൊരു ജീവിക്കാനുള്ള സമരമായിട്ട് തന്നെ നിങ്ങൾ കാണണം. നമ്മുടെ ജീവിക്കാനുള്ള നമ്മുടെ സമരത്തെ മാലിന്യവിരുദ്ധ സമരങ്ങൾ ഒരിക്കലും ആരും പിന്മാറാതെ ആൾക്കാരൊക്കെ കുറെ കഴിയുമ്പോൾ പിന്നാക്കം പോകും. അവസാനം 10 കാരണം 300 ആളുകൾ അപ്പോ അവസാനം കുറെ ആൾക്കാർ പാർട്ടിക്കാർ പിടിച്ച് അങ്ങോട്ട് വലിക്കും, പാർട്ടിക്കാർ പിടിച്ച് ഇങ്ങോട്ട് വലിക്കും. അങ്ങനെ 10, 100, 50 ആളൊന്നും വേണ്ട. 10 ആള് വിചാരിച്ചാല് ഇവിടെ ഒരു കൊണ്ട് സംഭവിക്കും. വെറും 10 ആള്. പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് ഭൂമി വാങ്ങാൻ മുന്നിട്ടിറങ്ങിയ പഞ്ചായത്ത് അംഗവും CPI വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ കെ പ്രദീപ് കുമാർ മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കില്ലെന്ന് പറഞ്ഞ് സമരസമിതി യോഗത്തിൽ സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. വികസന സമിതി വിളിച്ചുകൂട്ടിയില്ലെന്നും ഇക്കാര്യത്തിൽ തനിക്ക് തെറ്റുപറ്റിയെന്നും പ്രദീപ് കുമാർ സമ്മതിച്ചു. എന്നാൽ താൻ അഴിമതി നടത്തിയെന്ന് ചിലർ വ്യാജ പ്രചരണം നടത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പള്ളിയിലെ ലോകിയേട്ടൻ, ഐപ്പുണ്യമാഷ്, ഹരിച്ചേട്ടൻ 5-6 ആളുകൾ കൂടിയിട്ട് നമ്മുടെ അടുത്ത് വീട്ടിലേക്ക് വന്ന് ആദ്യ സമരത്തിൻ്റെ പരിപാടിക്ക് വന്നപ്പോൾ ഞാൻ അവരോട് അന്ന് പറഞ്ഞു, നമ്മളിത് വാങ്ങി ഇത് നമ്മുടെ അവിടുത്തെ ജനങ്ങൾക്ക് എതിർപ്പുള്ള കാര്യമാണെങ്കിൽ വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളുടെ കൂടി ഉണ്ടാവും. എല്ലാത്തിനും നമ്മൾ മെമ്മോറാണ്ടം തയ്യാറാക്കി കൊടുക്കാൻ ഞാനാണ് ഇവരോട് കാർപ്പുറത്തിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. 10.5 സെന്റ് സ്ഥലം 16,65,000 രൂപയ്ക്കാണ് വാങ്ങിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്ത CPI വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുൻവശത്താണ് ഈ സ്ഥലം. ഗ്രാമസഭയിൽ പോലും അറിയിക്കാതെയാണ് ഈ കേന്ദ്രം ഇവിടെ തുടങ്ങിയതെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ എതിർപ്പുമായി രംഗത്ത് വരികയായിരുന്നു. പ്രതിഷേധ സമരത്തിൽ പഞ്ചായത്ത് അംഗം കെ പ്രദീപ് കുമാർ, മണികണ്ഠൻ പുളിക്കത്തറ, ഷാഫി കൂട്ടാല, ടിൻഡോ മാങ്ങൻ, KS അയ്യപ്പുണ്ണി എന്നിവർ സംസാരിച്ചു. നമുക്ക് ആർക്കും കഴിയില്ല, കാരണം നമ്മൾ തൊട്ട് കൺമുന്നിൽ കണ്ടൊരു കാര്യമില്ല. അത് ആ കാഴ്ചപ്പാടിന് നമ്മള് കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സമരസമിതി ഉണ്ടാക്കിയതും അതിന്റെ മുന്നോടിയായിട്ട് ഇതിനൊപ്പം കളക്ടർ തൊട്ട് 11 സ്ഥലത്ത് ഏകദേശം കളക്ടർ, ജോയിന്റ് ഡയറക്ടർ, ശുചിത്വ മിഷൻ, അതുപോലെ തന്നെ പഞ്ചായത്ത്, വില്ലേജ്, ബ്ലോക്ക് പഞ്ചായത്ത്, MLA, MP, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഇവിടെയൊക്കെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യം എന്താണ്? പഞ്ചായത്തിനകത്ത് ഇത് വരണ്ടെന്നല്ല, ഇത് കൊണ്ടുവരണം. പക്ഷെ ജനവാസ മേഖലയിൽ വേണ്ട എന്നാണ് നമ്മുടെ അഭിപ്രായം. ആ അഭിപ്രായത്തിനൊത്ത് ഒരുമിച്ചിരിക്കാൻ തയ്യാറുള്ള ആളുകളാണ് ഈ സമരപന്തലിലുള്ളത്. ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കും, ഞങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മെമ്പർ പറഞ്ഞ പോലെ ആത്മാർത്ഥമായി മെമ്പർ കൂടെ ഉണ്ടാവണം. ഒപ്പം ഇതിന്റെ ആധികാരികമായ രേഖ കിട്ടിയാൽ ഈ പരിപാടിക്ക് ഞങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാണ്. ഇതിലൊരു രാഷ്ട്രീയമില്ല, പ്രത്യേകിച്ച് ഞാനത് എടുത്തു പറയാൻ തയ്യാറാണ്.